ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ബണ്ണ് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ഇത് കണ്ടല്ലോ, നല്ല കടയിൽ നിന്നും വാങ്ങിക്കുന്ന മാതിരി നല്ല പഞ്ഞിമാരിയുള്ള ബണ്ണ്. അത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ജസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്, നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു ചൂടാക്കിയ പാല് 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ പഞ്ചസാര 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഒരു 1/2 സ്പൂണ് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ എല്ലാം ഇളക്കി. ഒരു മീഡിയം ചൂടുള്ള പാലാണ്, അതിലേക്ക് ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട് 1/2 സ്പൂണ് ഈസ്റ്റ് ഇട്ടു. 3 ചപ്പാത്തിക്കുള്ള നമ്മൾ മൈദാമാവ് എടുത്തിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കുന്ന അളവിലുള്ള മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലൊരു നുള്ളുപ്പിട്ടു. ഓക്കെ, 3 ചപ്പാത്തിയുടെ ഉണ്ടാക്കാത്ത നമ്മൾ അളവെടുക്കുക, ഗോതമ്പ് പൊടി എടുക്കുക, അതേ ലെവലിൽ മൈദ എടുത്തു. ഒന്ന് ഇളക്കി ആ ഉപ്പൊന്ന് പിടിപ്പിച്ചെടുത്തു. അതിനുശേഷം പാലൊരു മീഡിയം ചൂടേ പാടുള്ളൂ, തിളയ്ക്കണ പാലാവരുത്. എന്നിട്ട് ആ പാല് കൊണ്ട് കുഴച്ചെടുക്കാം. നമ്മൾ ആദ്യം നമുക്ക് കൈ ഒട്ടും, സാരമില്ല. പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്, അതുകൊണ്ട് പ്രശ്നമില്ല. കുട്ടികൾക്ക് ഇനി വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലവണ്ണം ഒന്ന് കുഴച്ച് കൊടുക്കണുണ്ട്. കണ്ടല്ലോ, ആദ്യം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒട്ടും, സാരമില്ല. ഇനി നമുക്കതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഡാൽഡ, നെയ്യ് എന്ത് വേണമെങ്കിലും ഒഴിക്കാം. അപ്പോൾ അതൊരു 2 സ്പൂൺ അങ്ങോട്ട് ഒഴിക്കുക, കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് 1 or 2 സ്പൂൺ അങ്ങോട്ട് ഒഴിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതേ 1 സ്പൂൺ ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് വീണ്ടും അതിൽ ഒന്നുകൂടി ചേർക്കേണ്ട 1 സ്പൂൺ. അപ്പോൾ കയ്യിൽ ആ ഒട്ടലൊക്കെ ഇപ്പം തന്നെ അങ്ങോട്ട് പോകും. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ കണ്ടോ, ആദ്യം ഒന്ന് ആ മൊത്തത്തിൽ നമ്മുടെ കയ്യിലുള്ളത് മുഴുവൻ ഓയിൽ ഇതാക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ആ മാവിലേക്ക് വരും. ആ ഓയിൽ നമ്മൾ ഇതാക്കുമ്പോൾ കയ്യിലുള്ള മൊത്തം പോകും. ഇനി നമുക്കിതിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് നല്ല വെണ്ണം ഇട്ട്, ഒന്നില്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് പരത്തി നല്ലവണ്ണം ഇതാക്കിയെടുക്കണം. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാനിത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ഇടിച്ച് കഴിഞ്ഞാൽ നല്ല പഞ്ഞിമാരുള്ള ഇത് കിട്ടും കേട്ടോ. എനിക്കത് അനുഭവം ഉള്ളതാണ്. അപ്പോൾ നമ്മളത് അങ്ങോട്ട് കുത്തി. ഓക്കെ, അതിനുശേഷം അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ അടിവശം വെച്ച് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് നമ്മളിതിങ്ങനെ വെച്ചിരുന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ അടിയിലേക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 1/2 സ്പൂൺ എണ്ണ ആ പാത്രത്തിൻ്റെ ചുറ്റും ഒന്ന് തടവിയിട്ട് അതേപോലെ നമ്മളതൊരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ, ചൂടുള്ള സ്ഥലത്താണെങ്കിൽ 1/2 മണിക്കൂർ മതി, തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ 1 മണിക്കൂർ നമ്മളത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ലെവൽ അങ്ങോട്ട് കൂടി വരും. കാരണം നമ്മൾ ഈസ്റ്റെല്ലാം ഇട്ടിരിക്കുന്നത്. പിന്നെ ഈസ്റ്റ് തന്നെ നമ്മൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ബ്രെഡിലൊക്കെ ഈസ്റ്റാണ് ഇടുന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ വെച്ച ശേഷം അതൊന്ന് മൂടി വെക്കുക കേട്ടോ. 1/2 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ ആയാലും കുഴപ്പമില്ല. അത് കൂടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല പഞ്ഞിമാരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ശീലം കൗണ്ടർ ടോപ്പിൽ ഇടുന്നത് ചെയ്യാറില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ വീണ്ടും നമ്മളുടെ ഇടിക്കട്ട എടുത്തിട്ട് വീണ്ടും ഒന്ന് അതാകുമ്പോൾ ഇത്തേരം ചെയ്താൽ മതി, കൈ കടിയില്ലല്ലോ. ഇങ്ങനെ ഒന്ന് ഇടിച്ചു കൊടുക്കാം. നല്ല പഞ്ഞിമാരി കിട്ടും കേട്ടോ. ഈ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ മൈദാമാവല്ലേ. അപ്പോൾ അത് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സംഭവം ഒന്ന് ഷേപ്പാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രം എടുക്കുക. നമ്മൾ അതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും നെയ്യോ എന്തെങ്കിലും തടവാം. എന്നതിന് ശേഷം നമ്മളതെല്ലാ ഭാഗത്തേക്കും ആ എണ്ണ ഒന്ന് പരത്തിയ ശേഷം നമ്മൾ ഇതെടുത്തിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഇടുക. അപ്പോൾ ഇതിലിപ്പോൾ 6 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച അളവിൽ ഇത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് 6 എണ്ണം ഉണ്ട്. അതിലിപ്പോൾ ഇതിങ്ങനെ കറക്റ്റാക്കി റൗണ്ട് കിട്ടണമെങ്കിൽ ഇതിങ്ങനെ ആക്കി വെക്കുക കേട്ടോ. അങ്ങനെ എല്ലാം വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു പഴയ ഫ്രൈ പാൻ എടുത്തിട്ട് ഫ്ലെയിം നല്ലോണം കൂട്ടി അടുപ്പത്ത് വയ്ക്കുക. ഒരു മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി, അതായത് മുഴുവൻ മുട്ടയെടുത്ത് നല്ലവണ്ണം ഒന്ന് അടിക്കുക. അടിച്ച ശേഷം അതിൻ്റെ മേലെ തേച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു കളറ് കിട്ടാൻ അത് വളരെ നല്ലതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. പാലാണെങ്കിലും മതി കേട്ടോ, പാലാണെങ്കിൽ മതി, കുഴപ്പമൊന്നുമില്ല. തണുത്ത പാലാണെങ്കിൽ കുഴപ്പമില്ല.
ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ പാൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും റെഡിയാവും കേട്ടോ. ഇതിങ്ങനെ മൂടി വെക്കണേ. ഫ്രൈ പാൻ്റെ മേലെ നമ്മൾ ഇഡ്ഡലി തട്ടി വെച്ചു, അതിൻ്റെ മേലെ ഇങ്ങനെ മൂടി വെച്ചിട്ട് തുറക്കരുത്. 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറക്കാം. 20 സ്ലോ ഫ്ലെയിമിലായിരിക്കണം. 20 മിനിറ്റ് കഴിഞ്ഞു ആയില്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വയ്ക്കാം. ഇതേ അപ്പോൾ നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ തണുത്ത ശേഷം ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിങ്ങനെ തൊടുമ്പോൾ അതേ കണ്ട കുഴിഞ്ഞു പോവും, കയ്യിലൊട്ടില്ല, കുഴിഞ്ഞു പോവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടല്ലോ, ദേ നല്ല പഞ്ഞിമാരി തുറക്കുമ്പോൾ വരുന്നത് കണ്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബണ്ണിനെക്കാട്ടും സോഫ്റ്റ് ടച്ച് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ട് തന്നെ ബെൽ പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോസുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക്